2016 പുറത്തിറങ്ങിയ അമേരിക്കൻ ചലച്ചിത്രം ഗ്രേറ്ററിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥയാരംഭിക്കുന്നത് ബ്രാൻഡൻ ബേൾസ്വർത്ത് എന്ന പയ്യനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അന്ന് ബ്രാൻഡന്റെ മാമോദിസ ദിവസമായിരുന്നു. ഒക്കെ കഴിഞ്ഞപ്പോൾ അവൻ അമ്മയോടൊരു പരാതി പറഞ്ഞു. ഏവരും തന്നെ തടിയനെന്ന് വിളിച്ച് കളിയാക്കുന്നു എന്നായിരുന്നു അത്. മോനെ ദൈവം അങ്ങനെ സൃഷ്ടിച്ചതിനെന്തെങ്കിലും കാരണമുണ്ടാകും എന്ന് പറഞ്ഞ് അമ്മ അന്നവനെ ആശ്വസിപ്പിച്ചു. ബ്രാൻഡന് 17 വയസ്സ് മൂത്ത് മാർട്ടി എന്നൊരു ചേട്ടനുണ്ട്. പലപ്പോഴും ബ്രാൻഡന്റെ അച്ഛനാണ് മാർട്ടി എന്ന് പലരും ചിന്തിക്കുക പോലും ചെയ്തിരുന്നു. എപ്പോഴും TV കണ്ട് സ്നാക്സും കുറിച്ചുകൊണ്ടിരിക്കുന്ന ബ്രാൻഡനെ തിരുത്തുവാൻ മാർട്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ബ്രാൻഡൻ ചെവി കൊടുക്കുമായിരുന്നില്ല. 12 വയസ്സുള്ള ഒരു പയ്യന് പറ്റിയ ശരീരമായിരുന്നില്ല അവന്റേത്. തടിച്ച് കൊഴുത്ത പ്രകൃതമായിരുന്നു. ഒരു ദിവസം വീട്ടിലൊരു സംസാരം ഉണ്ടായപ്പോൾ TVയിൽ ബ്രാൻഡൻ അമേരിക്കൻ ഫുട്ബോൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. തനിക്കും അതുപോലൊരു പ്ലെയർ ആകണം എന്ന് ബ്രാൻഡൻ ആ സമയത്ത് പറഞ്ഞു. അത് കേട്ടതും ബ്രാൻഡന്റെ അമ്മ അവനെ സപ്പോർട്ട് ചെയ്തു. മക്കൾ എന്തു പറഞ്ഞാലും സപ്പോർട്ട് ചെയ്യുന്ന അമ്മയെപ്പോലുള്ള ഒരു പ്രകൃതമായിരുന്നു ബ്രാൻഡന്റെ അമ്മയുടേതും. സ്കൂളിൽ ചേർന്നപ്പോൾ ബ്രാൻഡൻ ഫുട്ബോൾ ടീമിലേക്കും എത്തി. പക്ഷേ ആദ്യത്തെ കളിയിൽ റൂൾസ് ഒന്നും അറിയാതെ കളിച്ച് കളി കുളമാക്കിയതിന് കോച്ചിനടുത്തു നിന്നും ബ്രാൻഡന് വേണ്ട ചീത്തയും കേട്ടു. കളി കാണാൻ കാണികൾക്കിടയിലുണ്ടായിരുന്ന മാർട്ടിക്കും അമ്മയ്ക്കും അതോടെ മറ്റു കാണികളിൽ നിന്ന് പരിഹാസവും ഏറ്റുവാങ്ങേണ്ടി വന്നു. അവിടെ ഒരു ഹൈസ്കൂൾ കോച്ച് ടൈസ് എന്നു പേരുള്ള വ്യക്തി ഉണ്ടായിരുന്നു. ബ്രാൻഡൻ സങ്കടപ്പെട്ടിരിക്കുന്ന കണ്ടപ്പോൾ കോച്ച് ടൈസ് ബ്രാൻഡന്റെ അടുത്തെത്തി ഒരു കാര്യം പറഞ്ഞു. ബ്രാൻഡന് മികച്ച ഒരു പ്ലെയർ ആകണമെങ്കിൽ പ്രാക്ടീസിന് ആദ്യം എത്തുന്നതും ഗ്രൗണ്ടിൽ നിന്ന് അവസാനം പോകുന്നതും ബ്രാൻഡൻ ആയിരിക്കണം എന്നായിരുന്നു അത്. അന്ന് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ബ്രാൻഡനെ പിക്ക് ചെയ്യുവാൻ ബ്രാൻഡന്റെ അച്ഛൻ എത്തിയിരുന്നു. ബ്രാൻഡന്റെ അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആയി ജീവിക്കുകയാണ്. ബ്രാൻഡന്റെ അച്ഛന്റെ മദ്യപാനമായിരുന്നു അതിന് കാരണം. ബ്രാൻഡൻ കൂടെയുള്ളപ്പോൾ മദ്യപിക്കരുത് എന്ന് മാർട്ടി അച്ഛനെ വാൺ ചെയ്തു. പക്ഷേ മദ്യത്തിന് അടിമപ്പെട്ടു പോയിരുന്ന ആ മനുഷ്യന് ബ്രാൻഡൻ കൂടെയുണ്ടെങ്കിലും മദ്യപിക്കാതിരിക്കാൻ പറ്റുമായിരുന്നില്ല. പിറ്റേന്ന് പകലിൽ കുളിച്ചു കിടക്കുന്ന അച്ഛനെ കണ്ടതും ബ്രാൻഡനുടൻ മാർട്ടിയെ വിളിച്ചു. മാർട്ടി വന്ന് ബ്രാൻഡനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോന്നു. പോകുന്നതിനു മുമ്പ് പുറത്തേക്ക് ഇറങ്ങി വന്ന അച്ഛനോട് തങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് ഇനിയും പ്രശ്നമുണ്ടാക്കാൻ വരരുത് എന്ന് പറയാനും മാർട്ടി മടിച്ചില്ല. കുറച്ചു വർഷങ്ങൾ കടന്നുപോയി. ബ്രാൻഡൻ ഹൈസ്കൂളിൽ എത്തുകയും ഹൈസ്കൂൾ ഫുട്ബോൾ ക്ലബിലെ അംഗമാവുകയും ചെയ്തു. പണ്ട് കോച്ച് ടൈസ് പറഞ്ഞ പോലെ ബ്രാൻഡൻ എന്നും അത് ഫോളോ ചെയ്യാൻ തുടങ്ങിയിരുന്നു. കോച്ച് എത്തുന്നതിന് മുമ്പേ ബ്രാൻഡനായിരിക്കും കളിക്കളത്തിന് പുറത്തുണ്ടാവുക. ഒടുവിൽ പോകുന്നതും അവനായിരിക്കും. ഒരിക്കൽ അതുപോലെ രാവിലെ തന്നെ കോച്ചിന് മുമ്പേ എത്തിയ ബ്രാൻഡനെ കണ്ടതും കോച്ച് ബ്രാൻഡനോട് ചോദിച്ചു, ഇന്നും നീ ഇങ്ങനെ എന്തിനാ ഇത്ര നേരത്തെ വരുന്നേ? നീ മെയിൻ ടീമിന്റെ ഭാഗം പോലുമല്ലല്ലോ. ബ്രാൻഡൻ അത് കേട്ട് കൺഫ്യൂസ്ഡ് ആയി. പണ്ട് കോച്ച് പറഞ്ഞ അതേ കാര്യമാ താൻ ചെയ്യുന്നത് എന്നായിരുന്നു അവൻ ചിന്തിച്ചത്. കോച്ച് അത് മറന്നുപോയിരിക്കുന്നു. നല്ല പ്ലെയർ ആവാൻ എന്തു വേണം എന്ന് ബ്രാൻഡൻ കോച്ചിനോട് ചോദിച്ചു. കോച്ച് പറഞ്ഞത് അതിനുള്ള മറുപടിയായിരുന്നില്ല. രണ്ടുപേർ നല്ല രീതിയിൽ ഒരേ ലെവലിൽ മികച്ച പ്ലെയറായി വന്നു. കൂട്ടത്തിൽ ഏറ്റവും കഷ്ടപ്പെട്ട് അധ്വാനിച്ചെത്തിയ പ്ലെയറിനായിരിക്കും എപ്പോഴും അവരുടെ ഫോം കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുക. ആ മറുപടി തന്നെ ബ്രാൻഡന് ധാരാളവുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം മാർട്ടിയും ബ്രാൻഡനും ആർക്കൻസാസ് യൂണിവേഴ്സിറ്റിയുടെ ഒരു മാച്ച് കാണാൻ പോയി. ബ്രാൻഡൻ അവിടെ വെച്ച് ആർക്കൻസാസ് യൂണിവേഴ്സിറ്റിയുടെ കോച്ചിനെയും നേരിട്ട് ചെന്ന് കണ്ടു. ബ്രാൻഡന്റെ ഏറ്റവും വലിയ ആഗ്രഹം NFL എത്തുക എന്നതായിരുന്നു. പക്ഷേ അങ്ങോട്ടേക്ക് എത്തണമെങ്കിൽ ആദ്യം ഏതെങ്കിലും യൂണിവേഴ്സിറ്റി കോളേജിലെ ടീമിന്റെ ഭാഗമാകണം. NFL സ്കൗട്ടുകളുടെ ശ്രദ്ധയിൽപ്പെടണം. പൊതുവെ യൂണിവേഴ്സിറ്റികൾ മികച്ച കഴിവുള്ള ഫുട്ബോൾ പ്ലേയേഴ്സിന് പഠിക്കുവാൻ സ്കോളർഷിപ്പ് ഒക്കെ കൊടുക്കാറുണ്ട്. അത്തരത്തിലൊന്ന് കിട്ടുമോ എന്നറിയാനായിരുന്നു ബ്രാൻഡൻ ആർക്കൻസാസിന്റെ കോച്ചിനെ ചെന്ന് കണ്ടത്. പക്ഷേ കോച്ച് ബെൻഡറിന് ബ്രാൻഡനെ സഹായിക്കാൻ സാധിക്കുമായിരുന്നില്ല. കാരണം നിരവധി പ്ലേയേഴ്സ് ആ സ്കോളർഷിപ്പ് പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ട്. അതും മികച്ച കഴിവുള്ളവർ. ബ്രാൻഡൻ എപ്പോഴും ഒരു ഹൈസ്കൂൾ കുട്ടിയുടെ വലിപ്പമേ ഉള്ളൂ എന്നും ആ സമയം കോച്ച് പറഞ്ഞു. യൂണിവേഴ്സിറ്റി ഫുട്ബോൾ കളിക്കുവാൻ ബ്രാൻഡൻ അണ്ടർ വെയിറ്റ് ആണെന്നും കൂട്ടിച്ചേർത്തു. തനിക്ക് കൂടുതൽ സ്ട്രോങ്ങസ്റ്റ് ആയി ഭാരം വർദ്ധിപ്പിക്കാൻ കഴിയും എന്നായിരുന്നു ബ്രാൻഡന്റെ മറുപടി. നാളുകൾ കടന്നുപോയി. ഒടുവിൽ ബ്രാൻഡൻ ഹൈസ്കൂളിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയി. ബ്രാൻഡന് ആർക്കൻസാസ് ടെക് യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്കോളർഷിപ്പും ലഭിച്ചിരുന്നു. ബ്രാൻഡന്റെ ഫാമിലിയും അതിലേറെ സന്തോഷിച്ചു. പണമില്ലാതെ ബ്രാൻഡന് ഗ്രാജുവേഷൻ പഠിക്കാൻ സാധിക്കുമല്ലോ. പക്ഷേ ഒരു ടെക് യൂണിവേഴ്സിറ്റിയിൽ പോകാൻ ബ്രാൻഡൻ തീരെ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. ബ്രാൻഡന് വേണ്ടത് ആർക്കൻസാസ് യൂണിവേഴ്സിറ്റി ആയിരുന്നു. അവിടുത്തെ ഫുട്ബോൾ ക്ലബിന്റെ ഭാഗമാവുകയായിരുന്നു. അവൻ ആ സ്കോളർഷിപ്പ് ലെറ്റർ കീറിക്കളഞ്ഞു. അതിന്റെ പേരിൽ വീട്ടുകാരിൽ നിന്ന് എതിർപ്പും ചീത്തയും ഒക്കെ ബ്രാൻഡന് കേൾക്കേണ്ട വന്നു. അവനൊന്നും ചെവികൊണ്ടില്ല. തന്റെ തീരുമാനത്തിൽ ബ്രാൻഡൻ ഉറച്ചു നിന്നു. ആർക്കൻസാസ് യൂണിവേഴ്സിറ്റിയുടെ ടീമായ ആർക്കൻസാസ് റേസർ ബാക്സിൽ അംഗമാകണം എന്നു മാത്രമായിരുന്നു അവന്റെ മനസ്സിലുണ്ടായത്. അങ്ങനെ ഗ്രാജുവേഷൻ ഡേ ആയി. അന്നും ബ്രാൻഡനോട് എല്ലാവരും സ്കോളർഷിപ്പോടെ ആർക്കൻസാസ്
അർക്കൻസാസ് ടെക് യൂണിവേഴ്സിറ്റിയിൽ പോകുവാൻ പറഞ്ഞു. പക്ഷേ ബ്രാൻഡൻ അതിനൊരുക്കമായിരുന്നില്ല. സ്കോളർഷിപ്പ് ഇല്ലാതെ അർക്കൻസാസിൽ പഠിക്കാൻ പോകുന്ന ബ്രാൻഡന്റെ കാര്യത്തിൽ മാർട്ടി ദേഷ്യപ്പെട്ടു. കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി ശരിയല്ലെന്നും അവനതൊക്കെ പരിഗണിക്കണം എന്നും മാർട്ടി ദേഷ്യത്തോടെ പറഞ്ഞു. പക്ഷേ ബ്രാൻഡൻ യൂണിവേഴ്സിറ്റി ഫീസ് എങ്ങനെ കൊടുക്കുമെന്നോ ജീവിത ചെലവുകൾക്ക് എന്തു ചെയ്യുമെന്നോ ഒന്നും ചിന്തിച്ചിരുന്നില്ല. അന്ന് രാത്രിയിൽ ബ്രാൻഡൻ ഒരു കാഴ്ച കണ്ടു. അമ്മ വീട്ടുചെലവുമായി ബന്ധപ്പെട്ട ചില ബില്ലുകളുടെ കാര്യം കൈകാര്യം ചെയ്യുന്നതായിരുന്നു അത്. തന്റെ ഈഗോ പരിധി കടന്നുവെന്നും കുടുംബത്തിന്റെ സാമ്പത്തിക നിലവാരത്തെപ്പറ്റിയും താൻ ചിന്തിക്കേണ്ടതില്ലേ എന്ന് ബ്രാൻഡൻ ഏറെ ആലോചിച്ചു. ഒടുവിൽ അവൻ അമ്മയോട് താൻ അർക്കൻസാസ് ടെക് യൂണിവേഴ്സിറ്റിയിൽ തന്നെ പൊക്കോളാം എന്ന് പറയാനും തുടങ്ങി. പക്ഷേ അമ്മ അവനായി ഒരു ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നും അവന്റെ ഇഷ്ടം പോലെ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്താൽ മതി എന്നും അവനോട് പറഞ്ഞു. ബ്രാൻഡന്റെ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല. താൻ സ്കോളർഷിപ്പ് നേടിയെടുത്തോളാം, ഈ പണം മുഴുവൻ തിരിച്ചടച്ചോളാം എന്ന് അവൻ പറഞ്ഞു. ബ്രാൻഡിന് മുമ്പിൽ ഒരു കൊല്ലം ലഭിച്ചു. സ്കോളർഷിപ്പ് നേടാനും അമ്മയ്ക്ക് കൊടുത്ത വാക്കു പാലിക്കാനുമായി ഒരു കൊല്ലം. വീട്ടിൽ നിന്ന് 90 മിനിറ്റ് മാത്രം ദൂരെയായിരുന്നു കോളേജ്. മാർട്ടി തന്റെ സഹോദരനൊരു സെൽഫോൺ നൽകി. വീട്ടിലേക്ക് എപ്പോഴും വിളിക്കാനും കണക്റ്റഡായി ഇരിക്കാനും വേണ്ടിയായിരുന്നു അത്. ബ്രാൻഡൻ കോളേജിലേക്കും ഫുട്ബോൾ ക്ലബിലേക്കും എത്തി. പക്ഷേ ബ്രാൻഡിന്റെ തടിച്ച പ്രകൃതവും മറ്റ് പ്ലേയേഴ്സിന് മുമ്പിൽ അവനെ പരിഹാസത്തിന് ഇരയാക്കുകയായിരുന്നു ചെയ്തത്. പണ്ട് കോച്ച് ബെൻഡർ അവൻ അണ്ടർവെയ്റ്റ് ആണെന്ന് പറഞ്ഞതിനർത്ഥം ഒരുപാട് തടിക്കണം എന്നായിരുന്നില്ല. ഇതിപ്പോൾ അവൻ ഒരുപാട് തടിച്ച പ്രകൃതമുള്ളവനായി മാറിയിരിക്കുന്നു. ഒരു സ്റ്റാർട്ടർ എന്ന നിലയിൽ ടീമിന്റെ മെമ്പർ ആവാനോ പ്ലേ ചെയ്യാനോ സാധിക്കില്ല എന്ന് കോച്ച് അവനോട് പറഞ്ഞു. ആകെ ബ്രാൻഡിന് സാധിക്കുക ഒരു വോക്ക് ഓൺ പ്ലെയർ ആവുക എന്നത് മാത്രമാണെന്നും കോച്ച് കൂട്ടിച്ചേർത്തു. പൊതുവെ സ്കോളർഷിപ്പ് ഒന്നും ലഭിക്കാതെ, മികച്ച കഴിവ് തെളിയിക്കാതെ, കോളേജ് ടീമിൽ റിക്രൂട്ട്മെന്റ് പോലും ഇല്ലാതെ കോളേജ് ടീമിന്റെ ഭാഗമായിട്ടുള്ള സൈഡ് പ്ലേയേഴ്സിനെയാണ് വോക്ക് ഓൺ പ്ലേയേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ ബ്രാൻഡൻ വോക്ക് ഓൺ പ്ലെയർ ആവാൻ തീരുമാനിച്ചു. കഴിവ് തെളിയിച്ചാൽ അവന് സ്കോളർഷിപ്പ് കിട്ടാനും മെയിൻ ടീമിലേക്ക് കയറിപ്പറ്റാനും സാധ്യതയുണ്ട്. ട്രെയിനിങ് സെഷൻ ആരംഭിച്ചു. ബ്രാൻഡനായിരുന്നു കൂട്ടത്തിൽ ഏറ്റവും മോശമായ രീതിയിൽ പെർഫോം ചെയ്തത്. അവന്റെ വലിയ ശരീരവും വേഗത കുറവുമൊക്കെയും അവന്റെ പെർഫോമൻസിനെ ബാധിച്ചു. ഏവരും അവനെ കളിയാക്കി. പക്ഷേ ബ്രാൻഡിന്റെ ലക്ഷ്യബോധവും കഠിനാധ്വാനവും കണ്ടിരുന്ന കോച്ചാകട്ടെ അവന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, എല്ലാം സ്ട്രെങ്ത്തും വേഗതയും മാത്രമല്ല, ഫൗണ്ടേഷൻ സ്കില്ലുകളിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാ പുതിയ പ്ലേയേഴ്സിനെയും വിളിച്ചുകൂട്ടി കോച്ച് ക്ലാസ് എടുത്തു. ഫ്രണ്ട് ആൻഡ് ബാക്ക് പ്ലേയേഴ്സ് അല്ല, മോസ്റ്റ് സ്കിൽഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ്, മിഡ്ഫീൽഡ് പ്ലേയേഴ്സ് ആണത്. വോക്ക് ഓൺ പ്ലേയേഴ്സും മെയിൻ പ്ലേയേഴ്സും തമ്മിൽ ബ്ലെൻഡർ ഒരിക്കലും തരംതിരിച്ച് പരിഗണിക്കുകയോ ട്രെയിനിങ് കൊടുക്കുകയോ ചെയ്തിരുന്നില്ല. ഏവരെയും കോച്ച് ബ്ലെൻഡർ ഒരുപോലെ ട്രീറ്റ് ചെയ്തു. മറ്റു ടീം മെമ്പേഴ്സിനെ പോലെ തന്നെയായിരുന്നു ബ്രാൻഡിനും എക്സസൈസും മറ്റു നിർദ്ദേശങ്ങളും ട്രെയിനിങ്ങും ലഭിച്ചിരുന്നത്. മറ്റു കോച്ചുകൾ കോച്ച് ബ്ലെൻഡറിന്റെ അടുക്കൽ എപ്പോഴും ചോദിക്കും, എന്തിനാണ് ഈ വോക്ക് ഓൺ പ്ലേയേഴ്സിന്റെ മേലൊക്കെ സമയം ചെലവഴിക്കുന്നത്? 2 ആഴ്ച കഴിഞ്ഞാൽ സീസൺ തുടങ്ങുമല്ലേ? എല്ലാവർക്കും ഒരുപോലുള്ള ട്രെയിനിങ് തന്നെയാ കൊടുക്കേണ്ടത്. ഒരുപക്ഷെ അതിൽ നിന്നും ഹിഡൻ ടാലന്റുകൾ വെളിപ്പെട്ടു വരും. കോച്ച് ബ്ലെൻഡർ ഏവരോടും അത്തരത്തിൽ മറുപടി പറഞ്ഞു. വൈകാതെ അത്തവണത്തെ മത്സരത്തിനുള്ള ടീം സെലക്ട് ചെയ്യപ്പെട്ടു. അതിനുവേണ്ട പ്രിപ്പറേഷൻസും തുടങ്ങി. ബ്രാൻഡൻ അതിലൊന്നും ഉണ്ടായിരുന്നില്ല. അതിനർത്ഥം ബ്രാൻഡൻ ആ കൊല്ലം സ്കോളർഷിപ്പും ലഭിക്കില്ലെന്നാണ്. ബ്രാൻഡൻ അന്ന് കോച്ചിനെ കണ്ടു. ആ കൊല്ലത്തിന്റെ അവസാനത്തോടെ എങ്ങനെയും സ്കോളർഷിപ്പ് നേടിയെടുക്കണം എന്ന് അവന്റെ ആഗ്രഹവും അവന്റെ അവസ്ഥയും പറഞ്ഞു. പക്ഷേ ആ ഒരു അവസ്ഥയിൽ കോച്ച് ബ്ലെൻഡറിനും ബ്രാൻഡനെ സഹായിക്കാൻ സാധിക്കില്ലായിരുന്നു. അവന്റെ യൂണിഫോം ക്ലബിൽ നിലനിർത്താൻ മാത്രമേ കഴിയൂ. അടുത്ത സീസണിലും ബ്രാൻഡിന് ടീമിന്റെ ഭാഗമാവാൻ സാധിച്ചില്ലെങ്കിൽ അവന്റെ സ്വപ്നം തന്നെ അവൻ ഉപേക്ഷിക്കേണ്ടി വരും. സ്കോളർഷിപ്പിനുള്ള കോട്ട തീർത്തും ചെറുതാണ്. നിലവിൽ ബ്രാൻഡിനേക്കാൾ യോഗ്യരായിട്ടുള്ള പലരും അതിനായി വെയിറ്റ് ചെയ്യുന്നു. ബ്രാൻഡിന്റെ ലൈഫിൽ ആ ഒരു നിരാശ ബാധിച്ചതിലും അപ്പുറം ബ്രാൻഡിന്റെ കൂട്ടുകാരും ക്ലാസ്മേറ്റ്സും അവനെ ബുള്ളി ചെയ്യാൻ കൂടി തുടങ്ങിയതോടെ അവൻ കൂടുതൽ നിരുത്സാഹപ്പെട്ടു. എപ്പോഴും അമ്മയെ കാണാൻ പോയിരുന്ന അവനെ മാമാസ് ബോയ് എന്ന് വിളിച്ചും കൂട്ടുകാരൊക്കെയും കളിയാക്കിക്കൊണ്ടിരുന്നു. അമ്മയ്ക്കടുത്തെത്തിയ ഒരു ദിവസം അവൻ ദുഃഖത്തോടെ തന്റെ സങ്കടങ്ങൾ പറഞ്ഞു. സ്കോളർഷിപ്പ് നേടാനാകാത്ത കാര്യവും അവൻ വ്യക്തമാക്കി. പക്ഷേ അമ്മ അവനെ ആശ്വസിപ്പിക്കുകയും അവനെ എൻകറേജ് ചെയ്യുകയുമായിരുന്നു ചെയ്തത്. പിന്നീട് ബ്രാൻഡൻ കോളേജിലേക്ക് തിരികെയെത്തി തന്റെ പ്രാക്ടീസ് ഒക്കെ തുടർന്നു. ഒരിക്കൽ പ്രാക്ടീസിനിടയിൽ ബ്രാൻഡൻ കാരണം ഒരു പ്ലെയറിന് പരിക്ക് പറ്റി. കോച്ച് ബ്ലെൻഡർ വരെ അന്ന് ബ്രാൻഡനോട് ദേഷ്യപ്പെട്ടു. മറ്റ് കളിക്കാർ ബ്രാൻഡനെ ഓരോ പേര് വിളിച്ച് കളിയാക്കാൻ തുടങ്ങിയതും ബ്രാൻഡനെ ഒഴിവാക്കാതെ കോച്ച് അവനെ ചേർത്ത് പിടിച്ച് കൂടെ നിന്നു. അന്നത്തെ ട്രെയിനിങ് കഴിഞ്ഞ് ഏവരും പോയപ്പോൾ ബ്രാൻഡന്റെ കഠിനാധ്വാനവും സ്ഥിരോത്സാഹവും ഒക്കെ അറിയാവുന്ന കോച്ച് ബ്രാൻഡൻ അടുത്തെത്തി. ബ്രാൻഡനോട് കോച്ചിന് സിമ്പതി പോലും തോന്നിയിരുന്നു. അവന്റെ വെയിറ്റ് കുറയ്ക്കാൻ ബ്രാൻഡനെ താനും സഹായിക്കാം എന്ന് കോച്ച് പറഞ്ഞു. കോച്ചിന്റെ നിർദ്ദേശപ്രകാരം ബ്രാൻഡൻ തന്റെ ട്രെയിനിങ് ആരംഭിച്ചു. അതിരാവിലെ എഴുന്നേറ്റ് വെയിറ്റ് ലോസിനായി അവൻ പരിശ്രമിച്ചു. അത്ര എളുപ്പമായിരുന്നില്ലെങ്കിലും കഠിന പരിശ്രമത്തിലൂടെയും മറ്റും ബ്രാൻഡൻ
ബ്രാൻഡന്റെ വെയിറ്റ് കുറഞ്ഞു വന്നു. അവന്റെ കളിയിലെ കഴിവും മികച്ചു വരാൻ ആരംഭിച്ചു. അവന്റെ മാറ്റത്തിൽ അവനെ കളിയാക്കിക്കൊണ്ടിരുന്നവർക്ക് പോലും വലിയ അതിശയം തോന്നി. അങ്ങനെയിരിക്കെ പ്ലേയേഴ്സിനു വേണ്ടിയുള്ള ഒരു പ്രാക്ടീസ് സെഷനിൽ ബ്രാൻഡൻ തന്റെ കഴിവുകൾ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് വെളിപ്പെടുത്തി. മികച്ച പ്ലെയറിനെതിരെ പിടിച്ചു നിൽക്കാൻ മാത്രം കോച്ച് പറഞ്ഞെങ്കിലും തന്റെ ടെക്നിക് ഉപയോഗിച്ച് എതിരാളിയെ ബ്രാൻഡൻ വീഴ്ത്തിയിരുന്നു. ബ്രാൻഡന്റെ ആ മാറ്റം ഏവരെയും അതിശയിപ്പിച്ചു. എല്ലാവരും അവനെ സപ്പോർട്ട് ചെയ്യാനും അംഗീകരിക്കാനും ആരംഭിച്ചു. അന്ന് കൂട്ടുകാർ ബ്രാൻഡനെ കുടിക്കുവാൻ ഒരു ക്ലബിൽ കൂട്ടിക്കൊണ്ടുപോയി. ബ്രാൻഡൻ മദ്യപിക്കുമായിരുന്നില്ല. ബ്രാൻഡനെ പ്രാങ്ക് ചെയ്യുവാൻ ബ്രാൻഡിന്റെ കൂൾ ഡ്രിങ്ക്സിൽ അവർ മദ്യം കലർത്തി കൊടുത്തു. അതൊന്നും അറിയാതിരുന്ന ബ്രാൻഡനാകട്ടെ തന്റെ കൂട്ടുകാരുടെ ദയയ്ക്കും സ്നേഹത്തിനും ഇപ്പോൾ കാണിക്കുന്ന പരിഗണനയ്ക്കും നന്ദിയുണ്ട് എന്നൊക്കെ അവരോട് പറഞ്ഞു. അപ്പോഴായിരുന്നു ആ കഫേയിലെ ഒരു സ്ത്രീ മുമ്പോട്ട് വന്ന് ആൽക്കഹോൾ അവസാനിച്ചു എന്ന് ബ്രാൻഡിനടുക്കൽ പറഞ്ഞത്. ബ്രാൻഡൻ ആദ്യം മനസ്സിലായില്ലെങ്കിലും തന്റെ കൂട്ടുകാർ തനിക്ക് ആൽക്കഹോൾ തന്നിരിക്കുകയാണ്, തന്നെ പ്രാങ്ക് ചെയ്യുകയായിരുന്നു എന്നവൻ തിരിച്ചറിഞ്ഞു. അവന് വലിയ ദുഃഖം തോന്നി. അസ്വസ്ഥതയോടെ തകർന്ന മനസ്സോടെ അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. കൂട്ടുകാർക്കും ബ്രാൻഡന്റെ അവസ്ഥയും അവന്റെ സംസാരവും കേട്ടതും കുറ്റബോധം തോന്നിയിരുന്നു. മഴ നനഞ്ഞ് അവൻ തിരികെയോടി. കുറ്റബോധം തോന്നിയിരുന്ന കൂട്ടുകാരും അവനെ തനിയെ വിടാതെ അവന്റെ പിന്നാലെ മഴ നനഞ്ഞ് ഓടിച്ചെന്നു. ഒടുവിൽ അവനടുക്കൽ അവർ ക്ഷമ ചോദിച്ചു. പരിഭവങ്ങൾ മറന്ന് അവർ വീണ്ടും ഒന്നിച്ചു. പിന്നീട് ട്രെയിനിങ്ങിന്റെ കുറച്ചധികം നാളുകൾ കടന്നുപോയി. ആ സീസണിലെ കളികൾ ആരംഭിച്ചു. വലിയ തോതിൽ ടീം സപ്പോർട്ടേഴ്സ് സ്റ്റേഡിയത്തിലേക്ക് എത്തിയിരുന്നു. അന്നത്തെ മത്സരം കഴിഞ്ഞപ്പോൾ ബ്രാൻഡിനടുക്കൽ കോച്ച് പറഞ്ഞു ബ്രാൻഡിന് സ്കോളർഷിപ്പ് ലഭിക്കുമെന്ന്. ബ്രാൻഡിന്റെ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല. ബ്രാൻഡിൻ ഉടൻ തന്നെ തന്റെ ഫാമിലിയെ വിവരമറിയിച്ചു. അവരും ബ്രാൻഡിന്റെ അച്ചീവ്മെന്റിൽ സന്തോഷിച്ചു. അവൻ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു. വർഷം 1997 ഫ്ലോറിഡയ്ക്കെതിരെ മാച്ച് നടക്കുന്ന സമയം ബ്രാൻഡിന്റെ കാഴ്ച കളിക്കിടയിൽ മങ്ങാൻ തുടങ്ങി. തന്റെ കാഴ്ചയ്ക്കെന്തോ പറ്റിയിട്ടുണ്ട് എന്നവൻ ഉടൻ കോച്ചിനെ അറിയിച്ചു. അന്ന് തന്നെ പരിശോധനയ്ക്കൊടുവിൽ ബ്രാൻഡിന് കണ്ണടകൾ ധരിക്കേണ്ടതായി വന്നു. കണ്ണട വെച്ച ബ്രാൻഡിന്റെ മുഖം ടീംമേറ്റ്സിന് കൗതുകമുണർത്തി, ചിരിയും പടർത്തി. ബ്രാൻഡിനും തന്റെ ടീംമേറ്റ്സിന്റെ ഒപ്പം അതൊക്കെ എൻജോയ് ചെയ്തിരുന്നു. വൈകാതെ ബ്രാൻഡിനെ തേടിയൊരു വിവരമെത്തി. അവന്റെ അച്ഛന് ലങ് ക്യാൻസർ ആണെന്നും ആശുപത്രിയിൽ സീരിയസ് ആയി കിടക്കുകയാണെന്നുമായിരുന്നു അത്. ട്രെയിനിങ് ഉള്ളതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യാനാണ് തീരുമാനം എന്ന് ബ്രാൻഡൻ പറഞ്ഞെങ്കിലും കോച്ച് അവനോട് അച്ഛനെ പോയി കണ്ടിട്ട് വരാൻ പറഞ്ഞു. ബ്രാൻഡൻ അച്ഛൻ അടുക്കലെത്തി. തന്റെ തെറ്റുകൾക്ക് അച്ഛനെന്ന് ബ്രാൻഡനോടും അവിടെ ഉണ്ടായിരുന്ന മാർട്ടിയോടും ക്ഷമ ചോദിച്ചു. അവരിരുവരും അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് അവരുടെ അച്ഛൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. അത്തവണത്തെ സീസൺ അത്ര മികച്ചതായിരുന്നില്ല. അർക്കൻസാസ് റേസർബാക്ക് വലിയ തിരിച്ചടികൾ നേരിട്ടു. ഒടുവിൽ റേസർബാക്ക് കോച്ചിനെ മാറ്റുകയും ടീം റീഫോം ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. ബ്രാൻഡൻ ആയിടയ്ക്ക് കോച്ച് ബെൻഡറിന്റെ അടുക്കൽ തനിക്ക് NFL-ലെത്താൻ എന്തു ചെയ്യണം എന്ന് തിരക്കി. അതിനുള്ള ഒരേ ഒരു വഴി ഓൾ അമേരിക്കൻ ആവുകയാണ് എന്നായിരുന്നു കോച്ചിന്റെ മറുപടി. ഓൾ അമേരിക്കൻ എന്നത് യൂണിവേഴ്സിറ്റി മത്സരങ്ങളിൽ ഏറ്റവും മികവ് കാട്ടുന്ന പ്ലെയറിന് കൊടുക്കുന്ന ഒരു അവാർഡാണ്. ബ്രാൻഡന്റെ അവസാനത്തെ കൊല്ലമെത്തുകയായിരുന്നു. ആ കൊല്ലമെങ്കിലും ബ്രാൻഡിന് പ്രൂവ് ചെയ്തേ പറ്റൂ. എല്ലാത്തിലും ഉപരിയായി പുതുതായി എത്തുന്ന കോച്ച് ഓൾ അമേരിക്കൻ കിട്ടാൻ പാകത്തിന് ബ്രാൻഡിനെ മത്സരിപ്പിക്കുമോ എന്ന് പോലും തനിക്ക് ഉറപ്പില്ല എന്ന് ബ്ലെൻഡർ പറഞ്ഞു. ഒരുപാട് വലിയ പ്രതീക്ഷകൾ വെക്കരുതെന്നും യൂണിവേഴ്സിറ്റി പ്ലെയറുകളിൽ 2% മാത്രമാണ് NFL പ്ലെയേഴ്സ് ആവാറുള്ളത് എന്നും കോച്ച് വ്യക്തമാക്കി. നല്ല രീതിയിൽ കളിച്ചാൽ തനിക്കത് നേടാനാവുമല്ലോ എന്നവൻ പറഞ്ഞപ്പോൾ കോച്ച് അവനെ തിരുത്തി. ഫുട്ബോൾ ഒരു ടീം ഗെയിമാണ്. നീ ഒരാൾ നല്ല രീതിയിൽ കളിച്ചു എന്നുള്ളതല്ല, നിന്റെ ടീം വിജയിച്ച് ഏവരുടെയും ശ്രദ്ധയിൽപ്പെടണം. എന്നാലേ നിന്റെ മികച്ച കളിയും പരിഗണിക്കപ്പെടുകയുള്ളൂ. NFL റിക്രൂട്ട്മെന്റ് സ്കൗട്ടുകൾ വിജയിക്കുന്ന ടീമുകളിലെ ശ്രദ്ധ കൊടുക്കുകയുള്ളൂ. ബ്രാൻഡൻ പിന്നീടും തന്റെ പരിശീലനങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. രാത്രി വൈകിയും അവൻ പരിശീലിച്ചു. പുതിയ കോച്ചിന്റെ ശ്രദ്ധയിലും അത് പെടുന്നുണ്ടായിരുന്നു. കോച്ചൊരിക്കൽ ബ്രാൻഡന്റെ അടുത്തെത്തി. അന്ന് കോച്ചിനോട് ബ്രാൻഡൻ മനസ്സ് തുറന്ന് സംസാരിച്ചു. വിജയിക്കുവാൻ നമ്മുടെ ടീം റീഫോം ചെയ്യേണ്ട കാര്യമില്ല എന്നൊക്കെ ബ്രാൻഡൻ കോച്ചിനോട് പറഞ്ഞു. ബ്രാൻഡന്റെ ഗ്രാജുവേഷനിലെ അവസാനത്തെ കൊല്ലമായതിനാൽ വിജയിച്ചേ പറ്റൂ എന്ന് ബ്രാൻഡൻ ഉറപ്പുണ്ടായിരുന്നു. കോച്ചിനോട് ട്രെയിനിങ്ങിന്റെ കാര്യവും മറ്റും ബ്രാൻഡൻ ഡിസ്കസ് ചെയ്തു. അത്തവണ ബ്രാൻഡൻ ഒരു സമ്മർ ക്യാമ്പ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ഉഴപ്പിയിരുന്ന കൂട്ടുകാരിയൊക്കെ വീണ്ടും ഗെയിമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു അത്. ബ്രാൻഡൻ നിർബന്ധിപ്പിച്ച് കൂട്ടുകാരിയൊക്കെയും ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്നു. അവർ ശക്തമായ പരിശീലനവും തുടങ്ങി. ബ്രാൻഡന്റെ ഈ ശ്രമങ്ങളൊക്കെയും കോച്ച് നോക്കിക്കാണുന്നുണ്ടായിരുന്നു. അത്തവണ കോച്ച് ബ്രാൻഡനെ ടീം ക്യാപ്റ്റനാക്കി. അവരുടെ കഠിന പരിശ്രമവും എഫോർട്ടുകളും വെറുതെ പാടായിരുന്നില്ല. ആ സീസണിൽ വിജയത്തോടെ അവർ കളി ആരംഭിച്ചു. തുടർച്ചയായി വിജയം നേടിക്കൊണ്ടേയിരുന്നു. നഷ്ടപ്പെട്ടുപോയ വലിയ തോതിലുള്ള ഫാൻസിന്റെ പിന്തുണ വീണ്ടും അവരെ തേടിയെത്തി. ആ സീസണിൽ പല അത്ഭുതങ്ങളും സംഭവിച്ചു. 57
വോക്കോൺ പ്ലേയേഴ്സ് ബ്രാൻഡന്റെ പരിശീലനം കൊണ്ട് മാത്രം മികച്ച രീതിയിൽ കളിച്ച് കളം നിറഞ്ഞു. അർക്കൻസാസ് റേസർ ബാക്ക് വലിയ തോതിൽ ശ്രദ്ധ നേടി. അത്രമേൽ മികച്ച രീതിയിൽ അവർ മുന്നിട്ട് നിന്ന കൊല്ലമുണ്ടായിട്ടില്ല. റേസർ ബാക്സിന്റെ ആ വിജയവും ആ കൊല്ലത്തെ മത്സരങ്ങളും ചരിത്രമായി മാറി. ബ്രാൻഡൻ ഒരു സ്റ്റാറായി മാറാൻ ആരംഭിച്ചു. ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച വോക്കോൺ പ്ലെയർ എന്ന രീതിയിൽ അവൻ അറിയപ്പെടാൻ ആരംഭിച്ചു. അങ്ങനെ ഏവരും കാത്തിരുന്ന ആ അവസാന മത്സരമെത്തി. ടെന്നസിക്കെതിരെ അർക്കൻസാസ് മത്സരിച്ചു. അത്രമേൽ ഇന്റൻസായ മത്സരമായിരുന്നു അത്. കിരീടം ചൂടുവാനുള്ള മത്സരം. അർക്കൻസാസ് നാഷണൽ ചാമ്പ്യൻസ് ആകും എന്ന് ഏവരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അവസാന നിമിഷത്തിൽ ബ്രാൻഡന്റെ കയ്യിൽ നിന്ന് വന്ന മിസ്റ്റേക്ക് കൊണ്ട് ബോളുമായി പോയ പ്ലെയറിന്റെ കയ്യിൽ നിന്ന് ബോൾ താഴെ വീണു. ഏവരും നിരാശയിലാണ്ടു. ആ കളി അർക്കൻസാസ് പരാജയപ്പെട്ടു. ടെന്നസി ആ മത്സരത്തിൽ വിജയിച്ചു. മത്സരശേഷം അർക്കൻസാസ് തന്റെ കൂട്ടുകാരനടുത്തെത്തി. താൻ കാരണം മറഞ്ഞു വീണ് ബോൾ നഷ്ടപ്പെട്ട പ്ലെയറിനടുത്ത് തന്റെ മിസ്റ്റേക്ക് കാരണമാണെന്ന് പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ ഏവരും അവരെ കുറ്റപ്പെടുത്തും, പഴിമൊത്തം ഞാൻ ഏറ്റെടുത്തോളാം എന്നവൻ തന്റെ സുഹൃത്തിനോട് പറഞ്ഞു. പക്ഷെ ആ സുഹൃത്ത് അംഗീകരിക്കാൻ ഒരുക്കമായിരുന്നില്ല. കളിയിൽ അതൊക്കെ സഹജമാണ്. വീണാലും താൻ ബോൾ നഷ്ടപ്പെടുത്താൻ പാടില്ലായിരുന്നു. എന്റെ പേരിലാണ് തെറ്റുള്ളത്, അതിന്റെ പഴി നീ ഏൽക്കേണ്ട കാര്യമില്ല എന്നായിരുന്നു ആ കൂട്ടുകാരൻ പറഞ്ഞത്. അതോർത്ത് നീ ഒരിക്കലും കുറ്റബോധത്തിൽ ആഴ്ന്നു പോകരുത് എന്നും ആ കൂട്ടുകാരൻ വ്യക്തമാക്കി. സങ്കടത്തോടെ കോച്ച് ബെൻഡറിന് കെട്ടിപ്പിടിച്ച് അന്ന് ബ്രാൻഡൻ കരഞ്ഞിരുന്നു. പക്ഷേ അധികം വൈകാതെ ആ വാർത്തയെത്തി. അത്തവണത്തെ എല്ലാ മത്സര ഇനങ്ങളിൽ നിന്നും ഓൾ അമേരിക്കനെ തിരഞ്ഞെടുത്തപ്പോൾ അവർ തിരഞ്ഞെടുത്തത് ബ്രാൻഡനെയായിരുന്നു. ബ്രാൻഡന്റെ പരിശ്രമത്തിനും അവൻ ചെയ്ത ത്യാഗങ്ങൾക്കും അവന്റെ ശ്രമങ്ങൾക്കും അവന്റെ ഹാർഡ് വർക്കിനുമുള്ള പ്രതിഫലമായിരുന്നു അത്. അതോടെ ബ്രാൻഡൻ ഒരു പ്രൊഫഷണൽ NFL പ്ലെയറായി മാറും എന്നതിൽ തർക്കമുണ്ടായിരുന്നില്ല. ബ്രാൻഡന്റെ കുടുംബവും എല്ലാവരും ബ്രാൻഡന് വേണ്ടി ഏറെ സന്തോഷിച്ചു. തൊട്ടു പിന്നാലെ ആ വാർത്തയും എത്തി. ബ്രാൻഡനെ ഇന്ത്യാന പോലീസ് കോൾസ് എന്ന NFL ടീം റിക്രൂട്ട് ചെയ്തിരുന്നു. 1999 ഏപ്രിൽ ബ്രാൻഡൻ ഇന്ത്യാന പോലീസ് കോൾസിന്റെ മിനി ക്യാമ്പിലേക്ക് എത്തി. ഒഫീഷ്യലായി ബ്രാൻഡൻ ടീമിൽ ജോയിൻ ചെയ്തിരുന്നു. ആ ടീമിലെ ഏറ്റവും യങ്ങസ്റ്റ് ആയിരുന്നു അവൻ. കോച്ചുമായി ബ്രാൻഡൻ സംസാരിച്ചു. ബ്രാൻഡനെ വരുന്ന മാച്ചിൽ തന്നെ ഇറക്കുവാൻ കോച്ച് തീരുമാനിച്ചിരുന്നു. ബ്രാൻഡനോട് അത് പറയുമ്പോൾ ബ്രാൻഡൻ അതിശയപ്പെട്ടു. ജീവിതത്തിൽ ഒരിക്കലും അത്ര എളുപ്പത്തിൽ ഒന്നും ബ്രാൻഡന് കൈവന്നിരുന്നില്ല. എന്തിനും ആദ്യമൊന്ന് കഷ്ടപ്പെടണമായിരുന്നു. പക്ഷെ ഒരു ടീമിലെത്തി ആദ്യമേ അവന് മുൻനിരയിലെത്തി കളിക്കാൻ പറ്റുന്നു. ബ്രാൻഡൻ കോച്ചിനോട് ചോദിച്ചപ്പോൾ കോച്ച് പറഞ്ഞു, ഇത്രയും നാളത്തെ നിന്റെ ഹാർഡ് വർക്കാണ് ഇതിലേക്ക് നിന്നെ എത്തിച്ചത്, അല്ലാതെ പെട്ടെന്നൊന്നുമല്ല. ബ്രാൻഡൻ വൈകാതെ അർക്കൻസാസിലെ തന്റെ ടീംമേറ്റ്സിനെയും കോച്ചിനെയും കണ്ടു. അവരൊരു ഫെയർവെൽ പാർട്ടി അറേഞ്ച് ചെയ്തിരുന്നു. അത് അറ്റൻഡ് ചെയ്യാൻ ബ്രാൻഡനെ ക്ഷണിക്കാനായിരുന്നു അവർ എത്തിയത്. പക്ഷേ തന്റെ അമ്മയ്ക്കൊപ്പം ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടെന്നും അവിടെ പോകണമെന്നും അതുകൊണ്ട് വരാൻ സാധിക്കില്ല എന്നും ബ്രാൻഡൻ ദുഃഖത്തോടെ അവരോട് പറഞ്ഞു. അടുത്ത ദിവസം ടീമിന്റെ ക്യാമ്പിലേക്കും എത്തണം എന്നും അവൻ കൂട്ടിച്ചേർത്തു. അന്നവൻ അവിടെ നിന്ന് വീട്ടിലേക്ക് പുറപ്പെട്ടു. ബ്രാൻഡൻ വരുന്ന വിവരമറിഞ്ഞ് മാർട്ടിയും വീട്ടിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. പക്ഷെ മാർട്ടി എത്തിയപ്പോൾ കണ്ടത് വീടിന് മുറ്റത്ത് കിടക്കുന്ന 3 പോലീസുകാരാണ്. മാർട്ടി അല്പം പരിഭ്രാന്തനായി. അമ്മയ്ക്ക് വല്ലതും സംഭവിച്ചിരിക്കുമോ എന്നവൻ ഭയപ്പെട്ടു. പക്ഷേ ബ്രാൻഡൻ എന്ന അലറി വിളിച്ചുള്ള അമ്മയുടെ കരച്ചിലായിരുന്നു അവൻ കേട്ടത്. അകത്തേക്ക് ചെന്ന മാർട്ടി ഹൃദയം തകർക്കുന്ന ആ വാർത്ത കേട്ടു. വീട്ടിലേക്ക് വരുന്ന വഴിയിൽ ഒരു ആക്സിഡന്റിൽ ബ്രാൻഡൻ കൊല്ലപ്പെട്ടു എന്നായിരുന്നു അത്. ഒരു നിമിഷം അത് ഉൾക്കൊള്ളാൻ മാർട്ടിക്ക് ആകുന്നുണ്ടായിരുന്നില്ല. 22 വയസ്സ് മാത്രമുള്ള ബ്രാൻഡൻ ജീവിതത്തിന്റെ ഏറ്റവും മികച്ച നിമിഷത്തിൽ അവന്റെ സ്വപ്നത്തിന്റെ വക്കിലെത്തി നിൽക്കുന്നു. ജീവിതം ഏറ്റവും വലിയ ക്രൂരത കാട്ടുന്നു. ബ്രാൻഡൻ അങ്ങനെ അവരെയൊക്കെ വിട്ടുപോകും എന്നാരും തന്നെ കരുതിയിരുന്നില്ല. ഫ്യൂണറലിൽ ഒന്നും ഉൾക്കൊള്ളാൻ അപ്പോഴും മാർട്ടിക്ക് സാധിച്ചില്ല. ദൈവം ചെയ്തത് വലിയ ക്രൂരതയാണ് എന്ന് തന്നെ മാർട്ടി പറഞ്ഞുകൊണ്ടിരുന്നു. ബ്രാൻഡൻ ഒന്നും ആവാതല്ല പോയത്. ഈ ജനങ്ങൾക്ക് മുഴുവൻ അവൻ പ്രതീക്ഷ നൽകി. ഒരുപാട് വോക്കോൺ പ്ലേയേഴ്സിന് അവൻ മാതൃകയായി. ഒരുപാട് പേരെ മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് അവൻ പോയത് എന്നവന്റെ അമ്മ മാർട്ടിനെ ആശ്വസിപ്പിക്കുകയും പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്തു. ചെറുപ്രായത്തിൽ ഈ ലോകം വിട്ടു പോയെങ്കിലും ബ്രാൻഡൻ നേടിയെടുത്തത് എന്താണ് എന്ന തിരിച്ചറിവ് മാർട്ടിയുടെ കണ്ണു നിറച്ചിരുന്നു. പിന്നീട് അർക്കൻസാസ് യൂണിവേഴ്സിറ്റി 18 സ്കോളർഷിപ്പുകളിൽ വോക്കോൺ പ്ലെയറിനും ഒരു സ്കോളർഷിപ്പ് റിസർവ് ചെയ്തു. ബ്രാൻഡൻ സ്പെൽസ്വിത്തിന്റെ പേരിൽ ഒരു ഫൗണ്ടേഷൻ സ്ഥാപിക്കപ്പെടുകയും വിഷ്വലി ഇംപേർഡ് ആയിട്ടുള്ള കുട്ടികളെ അവർ പിന്തുണയ്ക്കാൻ ആരംഭിക്കുകയും ഉണ്ടായി. മാർട്ടി ബ്രാൻഡന്റെ പേരിൽ ഫുട്ബോൾ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. ബ്രാൻഡൻ എന്തായിരുന്നു, എങ്ങനായിരുന്നു അവന്റെ ഫുട്ബോൾ, ഫാമിലി, അവന്റെ ഹോപ്പ് ഒക്കെ വിശദീകരിക്കപ്പെടുന്ന ഒരു ക്യാമ്പായിരുന്നു അത്. 2010 ബേൾസ്വർത്ത് ട്രോഫി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. വോക്കോൺ പ്ലെയറായി ആരംഭിച്ച് അമേരിക്കയിലെ മികച്ച പ്ലെയർ ആകുന്നവർക്ക് കൊടുക്കുന്ന ഒരു അവാർഡായിരുന്നു അത്. റേസർ ബാക്ക് യൂണിവേഴ്സിറ്റിയിൽ ബ്രാൻഡന്റെ ലോക്കർ ഇപ്പോഴും സംരക്ഷിച്ചു
സംരക്ഷിച്ചു പോരുന്നു. പുതുതായി എത്തുന്ന കുട്ടികൾക്ക് പ്രചോദനമാകുവാൻ വേണ്ടി ബ്രാൻഡൻസ് ബേൾസ്വർത്തിന്റെ യഥാർത്ഥ കഥ പറഞ്ഞ ഗ്രേറ്റർ എന്ന ചലച്ചിത്രത്തിന്റെ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.